കാസർഗോഡ് ബേക്കലിൽ പൂട്ടിയിട്ട വീട്ടിൽ പുരാവസ്തു ശേഖരം 7 വാളുകളും 3 തോക്കും പുരാതന കാലത്തെ പാത്രങ്ങളും അടക്കമാണ് കണ്ടെത്തിയത്. 7 വർഷങ്ങൾക്ക് മുമ്പ് വീട്ടുടമ മരിച്ചതിന് പിന്നാലെ വീട് പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പരിശോധന നടത്തിയപ്പോഴാണ് പോലീസ് ഈ പുരാവസ്തുക്കൾ കണ്ടെത്തിയത്. ഇപ്പോൾ വിവരങ്ങളുമായി കാസർഗോഡ് അരുൺ പാറക്കൽ ചേരുന്നുണ്ട്. അരുൺ, എന്താണ് ഈ നിധിയുടെ പുരാവസ്തുവിന്റെ രഹസ്യം? എവിടെയാണ് ഈ പുരാവസ്തുവിന്റെ പേര്? വിവരങ്ങൾ. സുഹൈലെ, ബേക്കൽ പോലീസിന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വീട്ടിൽ പരിശോധന നടത്തുന്നത്. കോട്ടിക്കുളം സ്വദേശി മുഹമ്മദ് കുഞ്ഞിയുടെ വീടാണ്. മുഹമ്മദ് കുഞ്ഞി 7 വർഷം മുൻപ് മരിച്ചിട്ടുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഭാര്യയും 2 മക്കളുമാണുള്ളത്. ആ മക്കളൊക്കെ തന്നെ വിദേശത്താണ്. ഭാര്യ ഇടയ്ക്കൊക്കെ വിദേശ സന്ദർശനം നടത്താറുണ്ട്, മക്കളുടെ അടുത്തേക്ക് പോകാറുണ്ട്. മറ്റൊരു വീട്ടിലാണ് ഭാര്യ താമസം. ഇതൊരു ഓടിട്ട വീടാണ്, 2 വീടുകളാണ്. അതിലൊരു വീട്ടിലാണ് ഇങ്ങനെ വലിയ രീതിയിലുള്ള പുരാവസ്തു ശേഖരം കണ്ടെത്തിയിരിക്കുന്നത്. അത് 7 വാളുകളുണ്ട്, 3 തോക്കുണ്ട്, പുരാതന കാലത്ത് ഉപയോഗിച്ചിരുന്ന മൺപാത്രങ്ങളും അതുപോലെ തന്നെ മറ്റുള്ള പാത്രങ്ങളും ഉൾപ്പെടെയുള്ളവ പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. ഏകദേശം 100-ലധികം സാമഗ്രികൾ ഇവിടെ നിന്ന് കണ്ടെത്തിയെന്നാണ് പോലീസ് പറയുന്നത്. നിലവിൽ ആ വീട് പൂട്ടി സീൽ ചെയ്തിട്ടുണ്ട്. ഈ സാധനങ്ങളോ അതിൻ്റെ ചിത്രങ്ങളോ ഒന്നും തന്നെ പകർത്താൻ ആർക്കും അനുവാദം നൽകിയിട്ടില്ല. പുരാവസ്തു വകുപ്പിനെ വിവരം അറിയിച്ചിട്ടുണ്ട്. പുരാവസ്തു വകുപ്പ് ഉദ്യോഗസ്ഥരെത്തി പരിശോധിച്ചതിന് ശേഷം മാത്രമായിരിക്കും ഇതെങ്ങനെയുള്ള സാധനങ്ങളാണ് എന്ന കാര്യത്തിലൊരു വ്യക്തതയുണ്ടാവും. ഇതിൽ വിദേശത്ത് നിന്ന് വാങ്ങിയതുൾപ്പെടെയുള്ള പുരാവസ്തുക്കൾ ഉണ്ട് എന്നും പോലീസ് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതിൽ തോക്കും വാളുകളും ഉൾപ്പെടെയുള്ളവ ബേക്കൽ പോലീസ് സ്റ്റേഷനിലേക്ക് സീൽ ചെയ്ത് മാറ്റിയിട്ടുണ്ട്. മറ്റുള്ളവ ഈ വീട്ടിൽ തന്നെയാണ്, നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാവുന്ന ആ വീടാണ്. ആ വീട്ടിൽ തന്നെയാണ് മറ്റുള്ളവ സീൽ ചെയ്ത് സൂക്ഷിച്ചിട്ടുള്ളത്. എന്തായാലും 7 വർഷം മുൻപ് അദ്ദേഹം മരിച്ചു, ഇതിൻ്റെ ഉടമ മരിച്ചു എന്നാണ് പറയുന്നത്. അയാളാണ്, അതായത് മുഹമ്മദ് കുഞ്ഞിയാണ് ഈ ഒരു പുരാവസ്തു ശേഖരം വാങ്ങി സൂക്ഷിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന് അങ്ങനെ ഒരു ശീലമുണ്ടായിരുന്നു എന്നും പോലീസിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ പുരാവസ്തു വകുപ്പ് അന്വേഷിച്ച് അതിലൊരു വിശദാംശങ്ങൾ, ഒരു വ്യക്തത ഇനിയും വരേണ്ടതുണ്ട്. സുഹൈൽ. അരുൺ പാറക്കൽ, അരുണാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. എന്തായാലും ഈ പറയുന്ന പുരാവസ്തുവിന്റെ പേരെവിടെ, എങ്ങനെയാ വീട്ടിലെത്തിയെന്നടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിക്കുന്നുണ്ട്, അന്വേഷിക്കുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.